ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. അതും നെയ്മീൻ വെച്ചിട്ട്. 1 കിലോളം നെയ്മീൻ എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ പീസാണ്. നല്ല ടേസ്റ്റുള്ള ഒരു മലബാർ സ്റ്റൈലിൽ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരുപാട് എസൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ വെക്കുന്നതുകൊണ്ട് ഇതിനൊരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടും. ആദ്യം ഫിഷിന് വേണ്ട മാരിനേഡ് ഉണ്ടാക്കാം. അതിനായിട്ട് എൻ്റെ മസാല ബോക്സ് എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലേക്ക് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഞാനിങ്ങനെ പേസ്റ്റാക്കി വെക്കാറുണ്ട് കേട്ടോ. ഹാഫ് ലെമണിൻ്റെ ജ്യൂസ്, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടിത് ഫിഷ് പീസസിലേക്ക് നന്നായിട്ട് പുരട്ടി ഒരു മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കണം. കുറച്ച് വലിയ പീസസാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് ചെയ്യേണ്ടി വരും. ചെറിയ പീസായാലും കുഴപ്പമൊന്നുമില്ല. അവിടെ ഇരിക്കട്ടെ. ഇനി ഇതിന് വേണ്ട ഐറ്റംസൊക്കെ നോക്കാം. സവാള, തക്കാളി, ജിഞ്ചർ, ഗാർലിക്ക്, പച്ചമുളക്, മല്ലിയില, പുതിനയില എല്ലാം ആയിട്ടുണ്ട്. അത് സവാള എടുത്തിട്ട് ഈ ഫുഡ് പ്രോസസ്സറിലിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. എത്ര സവാള വേണമെങ്കിലും നിമിഷ നേരം കൊണ്ടും നമുക്ക് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരയ്ക്കേണ്ട, ഒരു മീഡിയം പരുവത്തിലൊന്ന് ക്രഷായി കിട്ടിയാൽ മതി. ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് കുക്ക് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം എടുക്കാം. ഉരുളിയാകുമ്പോൾ ആ ചൂട് കറക്റ്റായിട്ട് കിട്ടും. ഉരുളിയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ഒരു ഹാഫ് കപ്പ് വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് സവാള എടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ലാസ്റ്റ് ടോപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. സവാള ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും ഇട്ട് ഫ്രൈ ചെയ്ത് കോരിയെടുത്ത് മാറ്റി വയ്ക്കുക. ഈ ഉരുളിയിലേക്ക് തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീനിനെ ഇട്ട് വറുത്തെടുക്കാം. മീനിനെ അങ്ങ് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട, ഒരു ഷാലോ ഫ്രൈ പരുവത്തിലെടുത്താൽ മതി കേട്ടോ. അതിലിട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്യരുത്. ഒരു മീഡിയം പരുവത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കിയുള്ള സവാള ഇട്ടുക. നല്ല ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടുക. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. എന്നിട്ട് കുറച്ച് കറിവേപ്പില, മല്ലിയില ഇട്ടിട്ട് 2 തക്കാളി അരിഞ്ഞതും ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലാസാണ് ആഡ് ചെയ്യേണ്ടത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് 1 കപ്പോളം തൈരും ചേർക്കുന്നുണ്ട്. ഒരുപാട് പുളിയില്ലാത്തൊരു മീഡിയം പരുവത്തിലുള്ള തൈര് വേണം ചേർക്കാൻ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കാൻ അനുവദിക്കുക. കുറച്ച് ഇന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇതിൻ്റെ മേലെ വെച്ച് നിരത്തുക. എന്നിട്ട് ഈ ഗ്രേവി കോരി ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്താൽ ആ ഗ്രേവി ഒന്ന് ലൂസാവും. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഒഴിച്ച് ഫിഷിലേക്കൊന്ന് പിടിക്കണം. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇടുക. ഫിഷ് മസാല ഏകദേശം ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ഇതിനകത്തുനിന്ന് ഈ കുറച്ച് മസാലയുടെ ഗ്രേവി എടുത്ത് മാറ്റി വെക്കുക. ഇത് നമുക്ക് ദം ചെയ്യുമ്പോൾ ഇതിൻ്റെ മേലെ ഇടാനായിട്ടാണ്. അത് കുറച്ച് മതി, എടുത്ത് മാറ്റി വെക്കുക. മസാലയുടെ ഫ്ലെയിം ഓഫ് ആക്കി വെക്കുക. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് റൈസാണ്. 2 കപ്പ് കൈമ റൈസ് കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല. കൈമ റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. എന്നിട്ടൊരു ബിരിയാണി പോട്ട് എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഹോൾ മസാലാസായ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, തക്കോലൊക്കെ ഇട്ടൊന്ന് പൊട്ടിക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വാർന്ന് വെച്ചിരിക്കുന്ന റൈസ് ഇട്ടൊരു 2 to 3 മിനിറ്റ്സ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിലേക്ക് 4 കപ്പ് തിളപ്പിച്ച വെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം വേണം ഒഴിക്കാൻ. അത് ഈ റൈസിലേക്ക് ഒഴിക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് ഇട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഫുൾ ഫ്ലെയിമിലൊരു 5 മിനിറ്റ്സും സ്ലോ ഫ്ലെയിമിലൊരു 10 മിനിറ്റ്, ഏകദേശം ഒരു 15 മിനിറ്റ്സിനകത്ത് തന്നെ ഇത് കുക്കായി കിട്ടും. 12 മിനിറ്റൊക്കെ എടുക്കത്തുള്ളൂ. ആ സമയം കൊണ്ട് ഇത് കുക്കായി കിട്ടും. ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം മനസ്സിലാവും അതിൻ്റെ കുക്കിംഗ് ടൈം എത്രത്തോളം ആയിട്ടുണ്ടെന്ന്. ഓക്കെ, നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷ് മസാലയുടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നല്ലതായിട്ട് കുറച്ച് വെക്കണം. ഈ റൈസ് ഇതിൻ്റെ മേലേക്ക് തട്ടുക. റൈസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് ആദ്യം നമുക്ക് ആ ഗ്രേവി മാറ്റി വെച്ചിരിക്കുന്നതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സവാള വറുത്തതും നട്ട്സും കിസ്മിസും ഒക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് പാലിൽ 2-3 സ്ട്രാൻഡ്സ് കുങ്കുമപ്പൂ ഒന്ന് ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഈ കളറിനും ഫ്ലേവറിനും വേണ്ടി മിക്കവാറും ബിരിയാണിയിൽ ആഡ് ചെയ്യുന്ന ഇതാണ്. ഇത് നിർബന്ധമല്ല, ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും ഇതിന്. ഇതൊന്ന് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു 5 മിനിറ്റോളം ഇത് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ബിരിയാണി എസൻസ് എന്ന് പറഞ്ഞൊരു ബോട്ടിൽ കിട്ടും. ഇത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യം വരാറില്ല. ഇത് ഇട്ടിട്ട് ഇതിൻ്റെ മേലെ മല്ലിയില, പുതിനയില ഇട്ട്
അടച്ച് വെച്ചിട്ട് ഒരു വെയിറ്റ് ഉള്ള എന്തെങ്കിലും എടുത്ത് വെക്കുക. ഞാനിവിടെ നമ്മൾ ചതയ്ക്കുന്ന സാധനമാണ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ്സ് ദമ്മിടുക. ഉരുളി ആയതുകൊണ്ട് നല്ല ചൂട് കിട്ടും, അതുകൊണ്ട് ഒരു 10 മിനിറ്റ്സിൻ്റെ ആവശ്യമുള്ളൂ. 10 മിനിറ്റ്സ് സ്ലോ ഫ്ലെയിമിൽ ദമ്മിടുക. 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മുടെ ഫിഷ് ബിരിയാണി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കുറച്ചൊന്ന് കഴിച്ച് നോക്കി. പെർഫെക്റ്റ് ആൻഡ് ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അസല റെസിപ്പിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫിഷ് കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെ ഒന്ന് വെച്ച് നോക്കണം. കുട്ടികൾ പോലും നന്നായിട്ട് കഴിച്ചു. മീറ്റിൻ്റെ ആരാധകരാണ് അവർ, പക്ഷേ ഫിഷ് നന്നായിട്ട് കഴിച്ചു. ഇടയ്ക്കൊക്കെ മീറ്റ് മാറ്റി ഫിഷും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ലതല്ലേ? താങ്ക് യു.